ഹലോ, അപ്പോഴേ നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ഓരോരോ വിഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചേ എന്തായാലും കക്കറച്ചി ഫ്രൈയുടെ വീഡിയോ ഇടാമെന്നിട്ട്. നമുക്ക് കക്കറച്ചിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെളി കളഞ്ഞെടുക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടിയാണല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ആദ്യം തന്നെ എങ്ങനെ ഈ ഒരു കക്കറച്ചിയുടെ ചെളിയൊക്കെ കളഞ്ഞെടുക്കാം എന്നുള്ളത് ആദ്യം കാണിക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ഉണ്ടാക്കണമെന്ന് കാണിക്കാം അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. ഞാനിപ്പോൾ ഒരു 1.5 കിലോ കക്കറച്ചിയാണ് വാങ്ങിച്ചേക്കണത്. അപ്പം നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ചെറിയ കക്കയാണ് കിട്ടിയിരുന്നത് വെച്ചത്. ഇപ്പം ഭയങ്കര വലിയ കക്കയാണ്. ഈ വലിയ കക്കക്കാണ് നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇത് ഓരോന്നോരോന്ന് നെക്കിയെടുത്ത് അതിൻ്റെ ചെളി കളയാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഷീറ്റ്, ഇതേപോലത്തെ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മളുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റില്ലേ, ഇങ്ങനെ കവറ്, അതുണ്ടെങ്കിൽ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നിരത്തിയ പോലെ ഇട്ട് കൊടുത്താൽ മതി. എന്താ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണേ. എന്നിട്ട് ഞാൻ എന്താ ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ഷീറ്റും ഇട്ടേക്കണം. അപ്പം നമുക്ക് കവറില്ലാത്തത് കൊണ്ടിട്ടാണ് ഇതേപോലത്തെ ഷീറ്റ് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് ഞാൻ എന്താ ഈ ഒരു ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലേ ഈ കക്കയുടെ ഉള്ളിൽ ആ ഒരു ചെളിയില്ലേ, അത് നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ എല്ലാ വശവും നമ്മളിപ്പോൾ നിരത്തി ഇട്ടത് കൊണ്ടിട്ട് എല്ലാ വശവും ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവട്ടെ. അപ്പോൾ ഇതേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതിൻ്റെ ഉള്ളിലെ ചെളിയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ആ ഒരു ഷീറ്റിലെ മുകളിലത്തെ ഷീറ്റ് എടുത്തൊന്ന് മാറ്റി കാണിച്ചു തരാം കേട്ടോ. കണ്ട അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്, ഉള്ളിൽ നിന്നൊക്കെ എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു ഊറ്റപ്പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കണത്. ചിലവരൊന്നും ഇതിൻ്റെ ഉള്ളിലെ ചെളിയൊന്നും കളയൂല, നല്ലതാണ്, അതാണ് ടേസ്റ്റ്, കുഴപ്പമെന്നൊക്കെ പറയണേക്കാം. പക്ഷേ നമ്മളിത് കഴിക്കാനിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചെളി കാണുമ്പോൾ നമുക്കൊരു അറപ്പോലെ തോന്നിക്കൂലേ. പിന്നെ അതേപോലെ തന്നെ ചിലവർക്ക് വയറിനൊന്നും പിടിക്കൂല, വയറുവേദനയൊക്കെ എടുക്കുക. എനിക്കൊക്കെ ഒന്നും വയറിന് പിടിക്കൂല കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുക്കണത് കണ്ടോ. അപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുത്ത് കണ്ടോ, കുറേ ചെളി അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഓരോന്ന് ഇങ്ങനെ നെക്കി എടുക്കണേന്ന് നല്ലത് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇനി ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ചാൽ ഇതാ ആ ഊറ്റപ്പാത്രം കൊണ്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. അപ്പം തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വീണേക്കണ അഴുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളമില്ലേ, വാഴയുടെ ചോട്ടിലും അതേപോലെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താലേ നല്ല വളമാണ്. കണ്ടതേ അഴുക്ക് ഇത്രയും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം കുറച്ച് ഉപ്പിട്ടിട്ടാണ് കൈ കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം 2ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കോട്ടാ, ഇതിൻ്റെ ഇടയിൽ ഇനിയും വന്നെ അഴുക്കുന്നേ നിങ്ങളെ കാണിച്ചു തരാം. നല്ല വളമുണ്ടായി ഈ ഒരു വെള്ളം. നമുക്ക് തെങ്ങും തോപ്പൊന്നുമില്ല, നമ്മൾ വാടകയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണല്ലോ, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വാഷ് ബേസിലോട്ടാണ് കൊട്ടണത്. അപ്പോൾ ഇനി ഞാൻ ഒരു ബേസത്തിലോട്ടാണ് ഈ ഒരു കക്ക ഇട്ട് കൊടുത്തേക്കണത്. അതിന് ശേഷം ബേസത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകി വാരിയാൽ മൊത്തമായിട്ട് അതിൻ്റെ ആ ഒരു ചെളി മണ്ണും എല്ലാം പോയി കിട്ടും കേട്ടോ. നല്ല ഫ്രഷായി തന്നെ നമ്മുടെ കക്ക കിട്ടുന്നതായിരിക്കും. വെറും 10 മിനിറ്റും കൂടി വേണ്ട കക്ക ക്ലീൻ ചെയ്യാനായിട്ട്. അതിൻ്റെ ചെളി അഴുക്കൊക്കെ പോയിട്ട് ഞാനൊരു ചീനച്ചട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ കക്ക ക്ലീൻ ചെയ്തെടുത്തില്ലേ. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ആ ഒരു കക്കയിൽ നിന്ന് വെള്ളം ഊറി വരും. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ, അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്കിങ്ങനെ നോക്കിക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നമുക്കിതിൻ്റെ വേണ്ട സവാളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പോൾ ആ സവാളയല്ല ശരിക്കും ഇതിന് വേണ്ടത്, ഉള്ളിയാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ളത് കുഞ്ഞു ഉള്ളിയാണ്, അത് അരിഞ്ഞെടുക്കാൻ നമുക്ക് നേരമില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3-4 ചെറിയ സവാള എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞാണ് എടുക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ കക്കയൊക്കെ വെന്തിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ മൂടി തുറന്നതിന് ശേഷം അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റി കിട്ടണം വെള്ളം. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഉരുളി നമ്മുടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോഴേക്ക് ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണം. അതിൻ്റെ പുറമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി, ആ ഇഞ്ചി, ആ പെരിഞ്ചീരകമൊക്കെ കൂടി നന്നായിട്ട് വഴറ്റുമ്പോൾ എന്താ മണമെന്ന് അറിയാം, അടിപൊളി മണം ഉണ്ട് വരുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് മുരിഞ്ഞിട്ട ശേഷം നമുക്ക് ആ എന്താണ് ആ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മറന്നുകൊണ്ടാണ്, പറയാനുള്ളതൊക്കെ കിട്ടണില്ല പറഞ്ഞിട്ട്. പോട്ടെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴേ നമ്മൾ കക്ക ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീറ്റ് മസാല ഉണ്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടി, അപ്പോൾ 2 ടേബിൾ സ്പൂണ് മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്, അപ്പോൾ ലേശം മാത്രം ഇട്ടാൽ മതിയാകും. ഇതെല്ലാം കൂടി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറില്ലേ, അതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാലേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേ അടി ചേർത്ത് ഇളക്കി കൊടുക്കണോട്ടോ. അല്ലെങ്കിൽ താഴ്ഭാഗം കരിഞ്ഞും പോകും, മോൾഭാഗം ഫ്രൈ ആയി കിട്ടുകയില്ല. അടി ചേർത്ത് ഇളക്കണമെങ്കിൽ ഒന്നിനൊന്നായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിനിടയിലാണ് ഞാൻ ഓർത്ത ശോ ഇതിൽ കറിവേപ്പില ഇടാൻ മറന്നില്ല. അപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുറേ നേരത്തെ താണ്ഡവത്തിന് ശേഷം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായ ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു കക്ക ഫ്രൈക്ക്. ഇനി കക്കയൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഇതാ ഈസി മെത്തേഡ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതേപോലെ ഒന്ന് ചെയ്തെടുത്തോട്ടാ. എന്നിട്ട് നമ്മൾ കൊച്ചിക്കാരിപ്പെണ്ണ് ഹോട്ടലിൽ തയ്യാറാക്കുന്ന ഈ ഒരു കക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. അപ്പം നമ്മളുടെ കടയിൽ ഇതാ ഈ ഒരു പാത്രത്തിലാണ് കൊടുക്കണത് കേട്ടോ. ഒരു പ്ലേറ്റിന് കൊടുക്കുമ്പോൾ 60 രൂപയാണ് ഞങ്ങൾ വാങ്ങിക്കണത്. നമ്മളുടെ കടയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനും കൂട്ടുകാരെ തീർച്ചയായും ഉണ്ടാക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.